ഒരു പ്ലാനിങ്ങും ഇല്ല. ഞങ്ങൾ ജസ്റ്റ് ട്രെയിന് ബുക്ക് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുള്ളൂ. 2 ദിവസം ഞങ്ങളെ മുന്നിലുണ്ട്. അടുത്ത ഒരു യാത്രയ്ക്ക് പുറപ്പെടാണ്. നാളെ ഇവിടെ എന്തോ ശ്രീകൃഷ്ണ അന്ന് അഷ്ടമിയോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടോ, അതുമായിട്ട് ബന്ധപ്പെട്ട സംഗതികൾക്കായിരിക്കും പൂക്കളൊക്കെ ഇതാ കൊണ്ടുവരുന്നത്. എടാ, അമ്പലത്തിന്റെ ഉള്ളിലുണ്ടാവും ഗോശാല. 4 കിലോമീറ്ററിന് 100 രൂപ. ഞങ്ങൾ ആ എൻട്രൻസ് കൂടെ കയറിയിട്ട് പിന്നെ വേറൊരു ഭാഗത്തെത്തിയിട്ട് കേട്ടോ. ഇവിടെ ഈ ഭാഗത്താണ് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ഗായ്സ്. അപ്പോൾ നമ്മൾ ഉടുപ്പി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. 6 മണിക്ക് എത്തിയിട്ടുണ്ട്. ഐ ലവ് ഉടുപ്പി. അമ്പലത്തിനുള്ളിലേക്ക് ഈ ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. നമ്മുടെ കയ്യിൽ ലഗേജ് ഒക്കെ ഉണ്ട്, നടക്കൂല്ല അറിയില്ല. അപ്പൊ മച്ചാമാരെ, ഇന്ന് ഞാനും പിന്നെ ഗണേഷ് മച്ചാനും കൂടിയിട്ട് അടുത്ത ഒരു യാത്രയ്ക്ക് പുറപ്പെടണം. അത് നമ്മുടെ തിരൂരിൽ നിന്നാട്ടോ. എവിടേക്ക് പോകുന്ന വെച്ചാല് ഉടുപ്പിയിലേക്കാണ്. യാതൊരു പ്ലാനിങ്ങും ഇല്ല. ഞങ്ങൾ ജസ്റ്റ് ട്രെയിന് ബുക്ക് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുള്ളൂ. 2 ദിവസം ഞങ്ങളെ മുന്നിലുണ്ട്. എന്തൊക്കെ ചെയ്യാമെന്ന് കണ്ടറിയാം. 16,338 എറണാകുളം ഓഖ എക്സ്പ്രസ്സിലാണ്. നമുക്ക് ഏകദേശം 11:20 11:15 അല്ല 11:25 ട്രെയിന് എത്താറാവോ നോക്കാം. ഒരു 10 മിനിറ്റ് ലേറ്റ് ആണ്. 11:30 11:25 ട്രെയിന് ഇപ്പോഴും കാണാൻ കിട്ടും. അങ്ങനെ 6 മണിക്ക് ഞങ്ങൾ ഇതാ ഉടുപ്പിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു ഗായ്സ്. അപ്പോൾ നമ്മൾ ഉടുപ്പി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. 6 നമ്മളെ തിരൂരിൽ നിന്നും 11:25 കയറിയ ട്രെയിന് കറക്റ്റ് ടൈമിങ്ങിൽ 6 മണിക്ക് ഉടുപ്പിയിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഇനി പല്ല് തേക്കാം. കിടലിന് ബോർഡാണ് കണ്ടോ. ആയിക്കാണ് പ്രശ്നം, ഭീകര പ്രശ്നം. എത്ര നാളെ 2 സൈഡോടും പോകണം. അത് കഴുത്തിൽ ബെൽറ്റ് ഇട്ട ആയ ഒരു കിടലൻ ബോർഡ് ഉണ്ട് കേട്ടോ. ഐ ലവ് ഉടുപ്പി. ഉടുപ്പി റെയിൽവേ സ്റ്റേഷനൊക്കെ ഫുള്ള് നായകളോ രക്ഷയില്ല. ഉടുപ്പി കാഴ്സ്. ശ്രീകൃഷ്ണന്റെ പ്രതിമ കണ്ടിട്ടോ. പക്ഷെ കളറൊക്കെ പോയില്ലേ, കാണാൻ രസമില്ല. ഷെയർ ടാക്സി അവൈലബിൾ ആട്ടോ. നാല് കിലോമീറ്ററിന് 100 രൂപ. ഓട്ടോ വിളിക്കണമെങ്കിൽ വിളിക്കാം, അല്ലെങ്കിൽ പിന്നെ ഇവിടെ അടുത്തൊരു ശ്രീകൃഷ്ണ ടെമ്പിളിലിട്ട് നമ്മൾ നേരത്തെ എത്തിയോണ്ട് നമുക്ക് അമ്പലത്തിലൊന്ന് പോയിട്ട് വരാം. അപ്പൊ നമ്മൾ ഒരു 3 കിലോമീറ്റർ റെയിൽവേ സ്റ്റേഷനെ അവിടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഉടുപ്പിയിലുള്ള ശ്രീകൃഷ്ണ മഹാക്ഷേത്രത്തിന്റെ അടുത്തേക്ക് വരട്ടാ. ഇവിടെ 1-2 അവിടെ ഒരു വിഗ്രഹം കാണാനുണ്ട്, ഒരു ശിവന്റെ. നമുക്ക് അവിടെ പോയി നോക്കാം. അമ്പലത്തിനുള്ളിലേക്ക് ഈ ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. നമ്മുടെ കയ്യിൽ ലഗേജ് ഒക്കെ ഉണ്ട്, നടക്കൂല്ല അറിയില്ല. ഒരു ആന 1 അല്ല 2 ആനുണ്ട്. ഇവിടെ ഒരു ഗീതാ മന്ദിർ, അവിടെ പുതിയൊരു ഭജനൊക്കെ തുടങ്ങാനുള്ള സ്റ്റാർട്ടപ്പിലട്ടാ. ഈ ശ്രീകൃഷ്ണ ടെമ്പിളിൽ വന്നിട്ട് അവിടെ ലഗേജ് റൂം ഉണ്ട് കേട്ടോ. ഇവിടെ തൊട്ടടുത്ത് തന്നെ, ജസ്റ്റ് ഒരു 30 മിനിറ്റ്സ്. അപ്പൊ നമ്മള് ലഗേജ് ഇവിടെ വെക്കട്ടോ. ഇവിടെ ഗീതാ മന്ദിറിന്റെ സൈഡിലൊരു വഴിയുണ്ട്, അവിടെ നമുക്ക് ലഗേജ് ഹോൾഡ് ചെയ്യാം. ഒരു ബാഗിന് 20 രൂപയാണ്. 20 രൂപ. ഇവിടൊക്കെ ഫുള്ള് ഫോട്ടോസ് ആട്ടോ. ഓക്കെ, നമ്മളൊരു ലഗേജ് റൂമാണെന്ന് ഒരിക്കലും പറയില്ല. ഒരു മന്ദിറിന്റെ ഒരു വലിയൊരു ഹാളാണ് കേട്ടോ. അവിടെ കയറി വരുന്ന ഹാള്, അവിടെ പ്രാർത്ഥിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അവിടെ അമ്പലത്തിന്റെ ഉള്ളിലുണ്ടാവും ഗോശാല. അമ്പലത്തിന്റെ ഉള്ളിലാട്ടോ ഒരു ഗോശാല. ഇവരെ കൾച്ചറിനായിരിക്കും, അല്ല അങ്ങനല്ല, ഒരു പ്രത്യേക രീതിയിലാണ്.
പക്ഷെ അത് സ്മെല്ല് കാരണം പോകാൻ വയ്യട്ടോ. അങ്ങനെ ഒരു വിഷയമുണ്ട്. അമ്പലത്തിൻ്റെ ഇവിടെയുള്ള ചെറിയ ശാലകളുണ്ടോ, ഈ ചെറിയ വിഗ്രഹങ്ങളെ കണ്ടല്ലോ, അങ്ങനത്തെ സംഗതികളൊക്കെ ഇവിടെ കാണാം. ഞങ്ങൾ ആ എൻട്രൻസ് കൂടെ കയറിയിട്ട് പിന്നെ വേറൊരു ഭാഗത്തെത്തില്ല കേട്ടോ. ഇവിടെ ഈ ഭാഗത്താണ് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ഒരു കുളം, ഉടുപ്പിയിലുള്ള. ഇവിടെ ഇതിനകത്ത് ഒരു ഗോശാല ഉണ്ട് പറഞ്ഞില്ല, ആ ഗോശാലയാണ് ആ ഭാഗത്ത് കേട്ടോ. നമുക്ക് ടെമ്പിൾ സൈഡ് നോക്കാം, ഇവിടുന്ന് കാണാൻ പറ്റും നോക്കാം. ഈ അമ്പലത്തിൻ്റെ അകത്ത് തന്നെ ഒരുപാട് പിന്നെ ക്ഷേത്രങ്ങളുണ്ട് കേട്ടോ. ഇതാണ് ആ മനോഹരമായിട്ടുള്ള ഇവിടെ ഇഷ്ടംപോലെ പൂക്കളുണ്ട്, ഒരു രക്ഷയില്ല. ഇവിടെ കിഡിലൻ സാധനങ്ങൾ കെട്ടിപ്പൂട്ടി വെച്ചു നോക്കെ. നാളെ ഇവിടെ എന്തോ ശ്രീകൃഷ്ണ എന്തോ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട അന്ന് അഷ്ടമിയോ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടോ, അതുമായിട്ട് ബന്ധപ്പെട്ട സംഗതികൾക്കായിരിക്കും പൂക്കളൊക്കെ ഇതാ കൊണ്ടുവരുന്നത്. സാമ്രാജ് ഇത്ര അമ്പലത്തിൻ്റെ വേറൊരു സൈഡാണ്. അതിനുള്ളിൽ തന്നെ തൊട്ടടുത്ത് തന്നെ ഒരുപാട് അമ്പലങ്ങൾ വേറെയുണ്ട്. അപ്പം നമ്മളങ്ങനെ വെയിൽ അവിടെ നിന്ന് കൊണ്ടാണ്